തിരുത്തേണ്ട പ്രധാന ഉത്തരവാദിത്വം CPM-നല്ലേ? ഇപ്പോൾ ആ നയത്തോട് അടിയറവ് വെക്കുകയല്ലേ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ആ PMC പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ടാണ് അതിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളുടെ മുമ്പിലും വളരെ പക്വതയോടുകൂടി കേട്ട് ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെയാണോ പക്വതയെന്ന് അങ്ങ് പറയുന്നത്? കേട്ട് മനസ്സിലാക്കി പരസ്പരം ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി നടപ്പിലാക്കുക. ദേവസ്വം ബോർഡൊക്കെ കുറച്ചുകൂടി ഒന്നൊരു ജാഗ്രത ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുതൽ ആരും കളവ് നടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട്. ആ വിശ്വാസത്തെ കൂടി കളങ്കപ്പെടുത്തുകയല്ലേ ചെയ്തത്. അതിപ്പോഴല്ലേ മനസ്സിലാകുന്നത്. ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ എൻ്റെ പുറത്തെ തോലൊന്നും ഉണ്ടായിട്ടില്ല. കരുണാകരൻ്റെ ഭരണത്തിൽ കോഴിക്കോട് ഇട്ടടിച്ചിട്ട് ഞാൻ എന്നിട്ട് ഈ നിയമസഭയിൽ എൻ്റെ ബനിയനിടാൻ പറ്റില്ല, എൻ്റെ പുറത്തെ തോല് തേച്ച് പോയിട്ട് ഷർട്ടോട്ട് നിയമസഭയിൽ കരുണാകരൻ മുമ്പിൽ കൂടെ നടന്ന ആളാണ്. കോൺഗ്രസിലെ യുവതലമുറയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. പ്രതീക്ഷിക്കുന്ന ആരെല്ലാം പ്രതീക്ഷിക്കുക? അത് നിങ്ങൾ കുറച്ചാൾ പറഞ്ഞ പ്രതീക്ഷയാവും. ആ പ്രതീക്ഷയുള്ള മറ്റൊരു നേതാവ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. നല്ല പ്രതീക്ഷയാണ്. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വേളയിൽ നിരവധി വിഷയങ്ങളിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടിയും സർക്കാരും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ PMC പദ്ധതിയിലുടക്കി CPM-ഉം CPI-യും. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ EP ജയരാജൻ. സ്വാഗതം സർ. നമസ്കാരം. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയായിരിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്, അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം അർഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ PMC പദ്ധതിയിൽ CPIക്ക് ശരിക്കും ഇതൊരു കനത്തൊരു ആഘാതമായി മാറിയിരിക്കുകയാണല്ലോ. കാരണം അവർ ആ വിമർശനം പരസ്യമായി ഉന്നയിച്ചിട്ടും ആരോടും ഒരു ചർച്ച പോലും ചെയ്യാതെ ഈ പദ്ധതിയിൽ ഒപ്പിടുക എന്ന് പറയുന്നത് മുന്നണി മര്യാദക്ക് ഉള്ള ഒരു ലംഘനമല്ലേ? അത് ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. ഏത് വിഷയത്തെക്കുറിച്ചായാലും നിങ്ങൾ എല്ലാവരും ഒരേപോലെ മാത്രമാണോ ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്? പക്ഷേ ഒരു മുന്നണിക്കുള്ളിൽ അത്തരത്തിലൊരു ആശങ്കയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിയോജിപ്പോ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി, പ്രധാനപ്പെട്ടതായാലും ഏറ്റവും ചെറിയ ഘടകകക്ഷിയാണെങ്കിൽ കൂടിയും അങ്ങനെ ഉന്നയിക്കുമ്പോൾ ആ ആശങ്കകൾ പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇടതുമുന്നണിക്കില്ലേ? ഒരു മുന്നണിയിലെ ഒരു പാർട്ടിക്കകത്ത് പോലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും. ഈ വിഷയത്തെക്കുറിച്ച് തന്നെ എല്ലാവരും ഒറ്റ അഭിപ്രായമായിരിക്കുമോ? വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു നയരൂപീകരണത്തിലെത്തും. ആ നയരൂപീകരണത്തിലെത്തുമ്പോൾ അടിസ്ഥാന ഘടകം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷ ഐക്യത്തിന് ഒരു തടസ്സവും ഉണ്ടാകാതെ വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. അല്ല, അത്തരത്തിൽ ഏറ്റവും അധികം യോജിച്ച് പ്രവർത്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണെന്ന് കൃത്യമായി അറിയാം. എന്തുകൊണ്ട് ആ ഒരു വിയോജിപ്പ് CPI പരസ്യമായി പ്രകടിപ്പിച്ചിട്ട് പോലും അതൊരു ചർച്ചയ്ക്ക് തീരുമാനിക്കാത്തത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അത് നടപ്പാക്കി. അതാണൊരു CPI ഇത്രയേറെ വേദനിപ്പിച്ചത്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിഞ്ഞുകൂടല്ലോ. നിങ്ങൾ ഈ പുറത്ത് വന്നിട്ടുള്ള കുറേ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി കുറേ ഭാവനയോടുകൂടി വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഘടക പാർട്ടികൾ ഏത് വിഷയവും ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകും. അവർക്കുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പ്രകടിപ്പിച്ചാലും ഈ മുന്നണിയെ ശക്തമാക്കാനും നിലപാട് സ്വീകരിക്കും. അത് എല്ലാ പാർട്ടികൾക്കും എല്ലാ കാര്യങ്ങളും ഒരേ അഭിപ്രായമായിരിക്കില്ല. അങ്ങനെ പറയുമ്പോൾ അവരുടെ ആ കൺസേൺ, ആ ആശങ്ക പരിഹരിക്കാതെ ഒപ്പിട്ടതിന് ശേഷം പിന്നെ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും രണ്ട് മുന്നണിയിലെ ഘടക പാർട്ടികളും തമ്മിലും ചർച്ച ചെയ്ത് ഏത് വിഷയങ്ങളും പരിഹരിച്ചു പോകും. അത് ഒപ്പിട്ടില്ലേ, ഒപ്പിടാൻ ഉദ്ദേശിക്കുന്നോ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങളോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പാർട്ടികൾക്കും എല്ലാറ്റിനെക്കുറിച്ചും നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും ആരും ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സാധിക്കും എന്ന് ധരിക്കേണ്ടതില്ല. ഞങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി ശക്തരായിട്ട് തന്നെ മുന്നോട്ട് പോകും. അല്ല, ഇവിടെ ആരാണ് ഇടതുപക്ഷ പാർട്ടി മുന്നണിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്? CPI തന്നെ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി ഇത് മുന്നണിക്ക് യോജിച്ച നിലപാടല്ല എന്ന് പരസ്യമായി സെക്രട്ടറി തന്നെ പറയുമ്പോൾ ആരാണ് ദുർബലപ്പെടുത്തുന്നത് മുന്നണിയെ? പല അഭിപ്രായങ്ങളും പാർട്ടികൾക്കകത്തുണ്ടാകും. ആ അഭിപ്രായങ്ങൾ അവരവരുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പറയുമ്പോഴുമെല്ലാം അവരുടെ എല്ലാം പൊതു താല്പര്യം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. അതാണ് പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്. ഇവിടെ അങ്ങനെ തർക്കപ്രശ്നമായി ഉയർന്നു വരേണ്ട വിഷയങ്ങൾ ഒന്നും
ഇല്ല. എല്ലാ പാർട്ടികളും തമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കും. അതിന് കരുത്തും ശക്തിയുമുള്ളവരാണ്. പ്രത്യേകിച്ച് CPIക്കാർ ഈ കാര്യങ്ങളിലെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനോട് താല്പര്യം കാണിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ഇടപെട്ട് ഞങ്ങളെ അങ്ങ് അകറ്റിക്കളയാം, ഞങ്ങൾ തമ്മിൽ അകലാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് ധരിക്കുന്നവർ മനപ്പായസം വെക്കൽ മാത്രമേ സാധിക്കൂ. ഈ പ്രധാനപ്പെട്ട പല നയപരമായ കാര്യങ്ങൾ എടുക്കുമ്പോഴും പലപ്പോഴും CPIയുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്കയൊന്നും തന്നെ അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല, പൂർണ്ണമായും അവഗണിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി PM ശ്രീ മാറുകയാണോ? മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു, ഏത് നിഗമനത്തിലാണ്? ഇനി ഏത് വിഷയത്തെക്കുറിച്ചും തർക്കമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടേത്. ആ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ചർച്ച അസ്ഥാനത്ത് അല്ലെങ്കിൽ ഏറെ വൈകി അങ്ങനെ ഒരു ചർച്ച നടന്നിട്ട് കാര്യമുണ്ടോ? ചർച്ച കൊണ്ട് ഗുണമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വ്യക്തത വരുത്താനാണ് ചർച്ചകൾ. ഒരു കാര്യത്തെക്കുറിച്ച് അവ്യക്തത നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്താണ് എന്നതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുമ്പോഴാണ് കാര്യം വ്യക്തത വരിക. അതിൻ്റെ അടിസ്ഥാന നിലപാടെടുക്കുക. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണിയെ ശക്തിപ്പെടുത്തുക. ഇത്രയും വർഷമായിട്ട് 2022-23 വന്നൊരു പദ്ധതിയാണ്. എന്തുകൊണ്ട് ഇത്രയും വർഷം CPM ഇതിനെ എതിർത്തിരുന്നു? CPMഉം CPI ഈ പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പാക്കാനാകില്ല എന്ന് എതിർത്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ പദ്ധതിയിൽ ഒപ്പിടാതിരുന്നത്. എന്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇപ്പോൾ അത് ഒപ്പിടാനൊരു തീരുമാനമെടുത്തത്? 23 മുതലല്ല, ഒട്ടനവധി പദ്ധതികൾ ഇവിടെ ഉണ്ട്. അതിന് മുമ്പും കുറേ പദ്ധതികളുണ്ട്. എല്ലാ വകുപ്പിൻ്റെ കീഴിലും പദ്ധതികളുണ്ട്. ആ വകുപ്പുകളെല്ലാം അവരുടെ വകുപ്പിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്ന സാമ്പത്തികമായ ന്യായമായ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഓരോ വകുപ്പിലുമുണ്ട്. വിദ്യാഭ്യാസത്തിലുമുണ്ട്, അതുപോലെ ആരോഗ്യത്തിലുണ്ട്, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിലുണ്ട്. ഇതെല്ലാം അതാത് വകുപ്പുകൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നു. അതുവഴി കേരളത്തെ വികസിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഉയർന്ന നിലവാരത്തിലുള്ളൊരു സംസ്ഥാനമാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയുമുള്ള പരാധീനതകൾ പരിഹരിച്ചെടുക്കണം. അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നേടിയെടുക്കണം. അതിനുള്ള നിലപാടുകൾ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളൂ. PM ശ്രീ പദ്ധതി നമ്മൾ നടപ്പാക്കുകയാണെങ്കിൽ ഇതിന് പ്രധാനമായി ഇത്രയും നാൾ നമ്മൾ ഈ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വാങ്ങി ചെയ്യുന്ന സ്കൂളുകളിലൊക്കെ തന്നെയും PM ശ്രീ എന്ന് ബോർഡ് എഴുതി വെക്കേണ്ടി വരും, പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും കേന്ദ്രത്തിന് നൽകേണ്ടി വരുന്നു. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മളെ ഇത്രയും കാലം കേരളം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞത്. ഇനി ഇതിനൊക്കെ അടിയറവ് വയ്ക്കുകയാണോ കേരളം? നിങ്ങളതിൽ ആദ്യം വിമർശിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഒരു മതനിരപേക്ഷത രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ആ തെറ്റിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. ഇതിനു മുമ്പ് എത്ര ഗവൺമെൻറ്റുകൾ 47-ന് ശേഷം ഇന്ത്യയിൽ വന്നു? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? വാജ്പേയി അധികാരത്തിൽ വന്നപ്പോഴിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ തെറ്റായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്ന നടപടികളെയാണ് യഥാർത്ഥം നമ്മൾ ആദ്യം ആക്ഷേപിക്കേണ്ടത്. അതിനെയാണ് പരാജയപ്പെടുത്തേണ്ടത്. അതിന് പരാജയപ്പെടുത്തേണ്ടതിന് പകരം ഇവിടെ ചെയ്യുന്നത് എന്താ? ആ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാനും കേരളത്തിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് നയിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിൽ തെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ആ നയം തിരുത്തേണ്ട പ്രധാന ഉത്തരവാദിത്വം CPM-നല്ലേ? ഇപ്പോൾ ആ നയത്തോട് അടിയറവ് വെക്കുകയല്ലേ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ടാണ് അതിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒട്ടനവധി കാര്യങ്ങളിൽ അതാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഗവർണറുടെ ഭവനത്തിൽ ഭാരതാമ്മയുടെ പടം വെച്ചപ്പോൾ അവിടെ പറഞ്ഞില്ലേ, നമ്മളെടുക്കുന്ന നിലപാടിൻ്റെ ഒരു ഭാഗമാണത്. അങ്ങനെ ചെയ്യരുത്, അത് ഈ മതനിരപേക്ഷത രാജ്യത്തിന് അപകടമാണ് എന്ന കാര്യം പറഞ്ഞില്ലേ? അല്ല, ആ നിലപാടല്ലേ സ്വാഭാവികമായും PM ശ്രീയുടെ മുന്നിൽ എത്തിയപ്പോൾ എന്തുകൊണ്ട് ആ നിലപാടിൽ ആ നയത്തിൽ മാറ്റം വന്നു? ആ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ആ നിലപാടെടുക്കുമ്പോൾ ഇവിടെ ആ നിലപാടിനെ അനുകൂലിക്കുന്നവരെല്ലാം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന ഈ നടപടികളെയല്ലേ എതിർക്കേണ്ടത്. എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പരിപാടി നടപ്പിലാക്കുന്നു? എന്തിന് സർവകലാശാലകളിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു? ഞങ്ങൾ സർവകലാശാലകളിലൊക്കെ RSSൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനെതിരായി, കാവ്യവൽക്കരണത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലേ? ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇതിനെയല്ലേ എതിർക്കേണ്ടത്.
ആ നിലപാടിനെ എതിർക്കുന്നതിന് പകരം അതിനെ എതിർക്കാതെ ആ നിലപാട് ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ. ഞങ്ങൾ അതിനെയാണ് ശക്തമായി എതിർക്കുന്നത്. പക്ഷേ എതിർത്തിട്ടും ഇപ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? വീണ്ടും ആ കേന്ദ്ര നയം തന്നെ നടപ്പാക്കേണ്ടി വരില്ലേ? അങ്ങനെ നിർബന്ധിതരാവില്ലേ? അതാണ് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ അധികാര ദുർവിനിയോഗമാണത്. ഒടുവിൽ അപ്പോൾ കേരളം അതിൽ മുട്ടുമടക്കി എന്നാണോ അങ്ങ് പറയുന്നത്? ആ അധികാര ദുർവിനിയോഗത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരിക. ജനങ്ങളാണ് പരമാധികാര ശക്തി. ആ ജനങ്ങൾ ഇതിനെയൊക്കെ മനസ്സിലാക്കി വിധി എഴുതും. ആ വിധി എഴുത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുക. അതാ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പക്ഷെ കുറഞ്ഞപക്ഷം അത് മുന്നണിക്കുള്ളിൽ CPI പോലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സമൂഹത്തിന് എന്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഞങ്ങളെല്ലാം പരസ്പരം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ CPI ഈ രീതിയിലൊരു വിമർശനവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ യോഗം ചേർന്ന് മന്ത്രിസഭയിൽ നിന്ന് പോലും വിട്ടു നിൽക്കേണ്ട ഒരു നിലപാടിൽ സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാകും. ആ പാർട്ടിക്ക് അവരുടെ അഭിപ്രായം ചർച്ച ചെയ്യാനും പറയാനുള്ള അവകാശമുണ്ടല്ലോ. ആ അവകാശങ്ങളെല്ലാം അവർ പറയുമ്പോഴും അവരുടെ ലക്ഷ്യം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തൽ എന്നുള്ളതാണ്. ഈ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. ആ ദേശീയധാരയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തെ കാണുന്നത്. CPM അങ്ങനെയാണ് കാണുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കേണ്ടി വരുമ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? CPMന്റെ ഒരു നിലപാട്? അതെ, ഓരോ പ്രശ്നങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ. എന്ത് നയം, എന്ത് പരിപാടി, ഈ കാര്യം നടപ്പിലാക്കിക്കൊണ്ട് ഇടതുപക്ഷം പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ കാണേണ്ട ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ആ ഗവൺമെൻറ് ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ഈ നയങ്ങൾക്കനുസരിച്ചിട്ടുള്ള നയപരിപാടികൾ നടപ്പിലാക്കാനുള്ള നടപടികൾ വിജയിപ്പിക്കുക, നടപ്പിലാക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്താണ് അനുശാസിക്കുന്നത് അതനുസരിച്ച് ഇവിടെ നടപ്പാക്കും, അതിന് തെറ്റില്ല എന്നാണ് അങ്ങ് പറയുന്നത്? അല്ല, BJP RSSൻ്റെ അജണ്ട നടപ്പിലാക്കാനും ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താനുമുള്ള ഏത് നടപടി സ്വീകരിച്ചാലും അതിനെല്ലാം ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ട് വാങ്ങിയിട്ട് നമുക്ക് എങ്ങനെ ആ നയം നടപ്പാക്കാനാകില്ല എന്ന് പറയാനാകും? ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, ഏതെല്ലാം രംഗത്ത് പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. പക്ഷെ അതുപോലല്ലോ ഇത്. ഇവിടെ PMC പദ്ധതിയിൽ ഒപ്പിടുകയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസം ഇവിടെ നടപ്പാക്കേണ്ടി വരും. അതായത് RSSും അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, CPM എന്താണോ ഇത്രയും നാൾ വിമർശിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു വിമർശനങ്ങൾക്കും അടിസ്ഥാനമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഈ പറയുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലവാരമുള്ള കേരളത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ആ നയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊതു താല്പര്യം ഹരിക്കാതെ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. RSSൻ്റെയോ BJPയുടെയോ അജണ്ട നടപ്പിലാക്കാനല്ല, ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. അല്ല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CPMൻ്റെ ഏറ്റവും ഒടുവിലത്തൊരു തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? പല വിഷയങ്ങളും ചർച്ച ചെയ്തും സംസാരിച്ചും വ്യക്തത വരുത്തിയും ഒക്കെ പരസ്പരം ആലോചിച്ചുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന നല്ല ഐക്യമുള്ള രണ്ട് പാർട്ടികൾ തന്നെയാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലും അതാണ്. കാരണം ഇന്ത്യയിൽ ആ ഐക്യമാണ് പരമപ്രധാനം. ആ ഐക്യത്തിന് കോട്ടം തട്ടിയാൽ അത് ഇടതുപക്ഷത്തിനെ മാത്രമല്ല മറ്റ് ശക്തികളെയും അത് ദുർബലപ്പെടുത്തും. അതായത് ഇടതുപക്ഷം സഹകരിക്കുന്ന ജനാധിപത്യ ശക്തികളെയും അത് ദുർബലപ്പെടുത്തും. അത് വരാതിരിക്കാനുള്ള നിലപാടാണ് ഇടതുപക്ഷ പാർട്ടികൾ ഇന്ന് സ്വീകരിക്കുന്നത്. മന്ത്രിസഭയിൽ പോലും CPI മന്ത്രിമാർ ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടും അതിന് മുഖവില പോലും കൊടുക്കാതെ അപ്പോഴേക്ക് ഇത് ഒപ്പിട്ടു. അത് ശരിക്കും ഒരു മുന്നണി മര്യാദ തന്നെയാണോ? പിന്നെ ഓരോ പാർട്ടികൾക്കകത്തും പല അഭിപ്രായങ്ങളും ഉണ്ടാകും, ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും, ചിലപ്പോൾ വികാരപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും. ഇതെല്ലാം കേട്ട് നേതൃത്വം നല്ല പക്വതയോടുകൂടി കാര്യങ്ങൾ അവലോകനം ചെയ്ത് മുന്നണി രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കും ഓരോ പാർട്ടികളും. ഇത്രയേറെ പരസ്യമായ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടും പക്വതയോടുകൂടി പാർട്ടി മുന്നണി തീരുമാനിക്കുമെന്ന് പറയുന്നത് ഈ ഒരു CPMൻ്റെ ഒരു വലിയേട്ടൻ മനോഭാവം. ഇതാണോ പക്വത? ഇതല്ലേ വിമർശനത്തിനിടയാകുന്നത്? അല്ല, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. എല്ലാ പ്രശ്നങ്ങളും മുമ്പിലും വളരെ പക്വതയോടുകൂടി കേട്ട്, ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെയാണോ പക്വതയെന്ന് അങ്ങ് പറയുന്നത്? അല്ല, കേട്ട് മനസ്സിലാക്കി പരസ്പരം ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി നടപ്പിലാക്കുക. ചർച്ച ചെയ്തില്ല, പരസ്പരം കേട്ടില്ല, അതിനു മുമ്പാണ് നടപ്പാക്കിയത്. അല്ല, ഇതിനെല്ലാം പല ഘടകങ്ങളും ഉണ്ട്.
അതാ ഞാൻ പറഞ്ഞത്, എല്ലാം പല ഘടകങ്ങളുണ്ട്. ആ ഒരു ഘടകമാണ് സാമ്പത്തിക പ്രതിസന്ധി. എല്ലാ ഘടകങ്ങളും എല്ലാവരും വെളിപ്പെടുത്തിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പുറത്തു നിന്ന് നിരീക്ഷിക്കുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വ്യാഖ്യാനിച്ച് അവലോകനം ചെയ്ത് ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം ബോധ്യമാകും ഇന്നുള്ള ഇതെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കും. അതുകൊണ്ട് ആരും വ്യാകുലപ്പെടേണ്ടതില്ല. ഞങ്ങൾ കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകും. നിങ്ങളുടെ നയത്തിൽ നിങ്ങൾ തന്നെ വെള്ളം ചേർക്കുന്നു എന്നൊരു വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിനെന്താണ് മറുപടി? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്താ ഇത്? ഇന്ത്യയിൽ കുറേ സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ സംസ്ഥാനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കില്ല എന്ന് അവർ പറഞ്ഞിരുന്നില്ല. CPM ആണ് ഇത്രയും വർഷം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇത് നടപ്പിലാക്കിയവർക്ക് ഞങ്ങളെ വിമർശിക്കാനും ഞങ്ങൾക്കെതിരായി പറയാനും എന്ത് ധാർമ്മിക അവകാശം? നടപ്പിലാക്കിയവരാ, അവർക്ക് നടപ്പിലാക്കാം, നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പാടില്ല, അതാണോ? അതുകൊണ്ട് നടപ്പിലാക്കിയവർ പറയുന്നതിനെ ആ വിലയെ കൊടുക്കേണ്ടതുള്ളൂ. ആ അഭിപ്രായത്തിന് വലിയ വിലയുള്ളതല്ല. ഞങ്ങളുടെ കേരളത്തിൻ്റെ താല്പര്യം അനുസരിച്ച്, ഇടതുപക്ഷ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ ഉള്ള നടപടികൾ സ്വീകരിക്കും. അതാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് CPM-ന് ഏറ്റൊരു കനത്തൊരു ആഘാതമായിരുന്നു ശബരിമല വിഷയം. സമാനമായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ അതേ രീതിയിലൊരു ശബരിമല, അത് അന്ന് യുവതീ പ്രവേശനമായിരുന്നെങ്കിൽ ഇന്ന് ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം വിറ്റ് വൻ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്, സ്വർണ്ണക്കൊള്ള. സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ പ്രതിക്കൂട്ടിലായി നിൽക്കുകയല്ലേ? സ്വർണ്ണക്കൊള്ളക്കെതിരെ ഈ ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ ഇത്തരം നടപടി വരുമായിരുന്നോ? രക്ഷപ്പെട്ടു പോകുമായിരുന്നില്ലേ പലരും? പക്ഷേ ഇവിടെ എത്ര സുരക്ഷിതമായ വലയമാണ് ഇതിപ്പോൾ. ഇന്നലെ രാവിലെ തുടങ്ങിയതല്ലല്ലോ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ മാസത്തെ പരിപാടിയിൽ തുടങ്ങിയതല്ലല്ലോ ഈ കളവ്. ആർക്കെങ്കിലും ഇതുവരെ ഇത്തരം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇവിടെ ലോകത്തിൻ്റെ മുമ്പിൽ അയ്യപ്പ ഭക്തന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ട് ശബരിമലക്ക്. അങ്ങനെ അയ്യപ്പ ഭക്തന്മാർ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളമാകെ വളരുകയാണ്. അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വന്നപ്പോൾ അതിനെയെല്ലാം ഒന്ന് ശക്തിപ്പെടുത്തിയെടുക്കാനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടും വിശ്വാസികളെ അവർക്ക് പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ലോകത്തിൽ അയ്യപ്പ ഭക്തന്മാരെ അറിയിക്കാനും ഒരു വലിയ സംഗമം സംഘടിപ്പിച്ചു. ആ സംഗമത്തെ പൊളിക്കാനല്ലേ പലരും നടന്നത്. ആ പൊളിക്കാൻ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തിയ ചില വിദ്യകൾ പാളിപ്പോയി. അതിനെ തുടർന്ന് പുറത്തു വന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ദേവസ്വം ബോർഡ് നടത്തി, വിജിലൻസ് നടത്തി, കോടതി ഇടപെട്ടു, പോലീസ് അതിനുവേണ്ട എല്ലാ സംരക്ഷണവും കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് എല്ലാ കുറ്റവാളികളെയും കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരികയല്ലേ. തെളിവുകളും മൊഴികളൊക്കെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് പിണറായി സർക്കാരിൻ്റെ 3 ടൈമിലുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാരും അതല്ലെങ്കിൽ ദേവസ്വം ഭരണസമിതിയൊക്കെയാണല്ലോ, അവരാണല്ലോ പ്രതിക്കൂട്ടിലാകുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതിയാണല്ലോ ഇപ്പോൾ അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കോടതിയുടെ മുമ്പാകെയാണ്. അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളിലും തികച്ചും ഒരു തരത്തിലുള്ള അഴിമതിയെയും ഈ ഗവൺമെൻറ് സംരക്ഷിക്കില്ല. ആരാകട്ടെ കുറ്റവാളികൾ, അവർക്ക് നേരെ ശക്തമായ നടപടി സ്വീകരിക്കും. ദേവസ്വം വകുപ്പോ ദേവസ്വം ബോർഡൊക്കെ കുറച്ചുകൂടി ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ആ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ നിരീക്ഷണത്തിൽ വരും. പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. നമ്മളെല്ലാം ഒരു വിശ്വാസം എന്താ? ദൈവത്തിൻ്റെ മുതൽ ആരും കക്കൂല എന്നാണ്, കളവ് നടത്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുതൽ ആരും കളവ് നടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട്. ആ വിശ്വാസത്തെ കൂടി കളങ്കപ്പെടുത്തുകയല്ലേ ചെയ്തത്. അതിപ്പോഴല്ലേ മനസ്സിലാകുന്നത്. മനസ്സിലായപ്പോഴേ ഗവൺമെൻറ് പിടിച്ചില്ലേ, ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചില്ലേ. ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഇല്ലല്ലോ. അതാ ഗവൺമെൻറ്, അതാ ഇടതുപക്ഷ ഗവൺമെൻറ്. പേരാമ്പ്രയിലെ ഷാഫി പറമ്പലിൻ്റെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലെ വിമർശനമാണല്ലോ പാർട്ടിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അങ്ങ് നടത്തിയ പ്രസംഗവുമൊക്കെ LDF വിശദീകരണ യോഗത്തിൽ അങ്ങ് നടത്തിയ പ്രസംഗവുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തല്ലോ. അവിടെ പോയി കലാപുണ്ടാക്കല്ലേ ഇത്? എന്തിനാണ് അവിടെ പോയത്? MP ചെയ്യേണ്ടതാണോ? സാധാരണ ക്ഷുഭിതരായ ജനക്കൂട്ടുണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പോയാൽ അവർ ചെയ്യുക, ആ ക്ഷുഭിതരായ ജനക്കൂട്ടത്തെ തണുപ്പിച്ച് സംഘർഷമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. അവിടെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നം, അതായത് ഒരു സർക്കാരിൻ്റെ ഒരു ഭവന പദ്ധതി, ആ ഭവന പദ്ധതി MP-ൻ്റെ പദ്ധതി എന്നും പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടി പരിഹാസ്യനായി. ആ പരിഹാസ്യത മറച്ചു വെക്കാൻ എന്ത് ചെയ്താൽ ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് കുറേ കോൺഗ്രസ്സുകാർ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ് CPM ആളുകളൊക്കെ 4 ഭാഗത്തുനിന്ന് ഓടിക്കൂടി. അവർ ഓടിക്കൂടിയപ്പോൾ ഒരു സംഘർഷാത്മകമാകുമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വന്നു, ആളുകളേക്ക്
വേർതിരിച്ച് കുഴപ്പമുണ്ടാകരുതെന്ന് പറഞ്ഞു. CPM-കാർ ഇത് അറിഞ്ഞറിഞ്ഞ ആളുകൾ വരാൻ തുടങ്ങി, വലിയ സംഘർഷത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കി നേതാക്കളൊക്കെ ഇടപെട്ട് എല്ലാവരെയും 4 ഭാഗം എല്ലാവരെയും പറഞ്ഞു വിട്ടു. പിന്നെ കോൺഗ്രസ്സുകാർ സംഘടിച്ച് വന്ന കുറേ കോൺഗ്രസ്സുകാരാണ് അവിടെ ഉള്ളത്. ഷാഫി പറമ്പിലൊക്കെ അപ്പോൾ പോലീസ് വന്നു. പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അവർ പോലീസിനെ ആക്രമിക്കുകയാണ്. പോലീസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധിയാണ് പോണ്ട്. എന്തിനാണ് പോലീസിനെ ആക്രമിക്കാൻ പോയത്? ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ എൻ്റെ പുറത്തെ തോലൊന്നും ഉണ്ടായിട്ടില്ല കരുണാകരൻ്റെ ഭരണത്തിൽ. പിന്നെ കോഴിക്കോട് എന്നെ ഇട്ടടിച്ചിട്ട് ഞാൻ എന്നിട്ട് ഈ നിയമസഭയിൽ എൻ്റെ ബനിയനിടാൻ പറ്റില്ല, എൻ്റെ പുറത്തെ തോല് തേച്ച് പോയിട്ട് ഷർട്ടോട്ട് നിയമസഭയിൽ കരുണാകരൻ്റെ മുമ്പിൽ കൂടെ നടന്ന ആളാണ്. ഇത് പോലീസിനെ ആക്രമിക്കാൻ പബ്ലിക്കായിട്ട് പോവുക. ക്ഷുഭിതരായ ജനക്കൂട്ടത്തെ ഒരു സെൻസിറ്റീവ് ഏരിയയാണ് ഈ പറയുന്ന പ്രദേശങ്ങൾ. അവിടെ നല്ല പക്വതയോടുകൂടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടവരാണ്. മോബിനെ കൈകാര്യം ചെയ്യണം. സംഘർഷം ഉണ്ടാക്കലാണോ നേതൃത്വത്തിൻ്റെ ചുമതല? സംഘർഷം ഉണ്ടാക്കലാണോ? അതല്ലേ അവിടെ ചെയ്തത്. ഇപ്പം നിലവിളിച്ചിട്ട് എന്താ കാര്യം? പോലീസിനെ ആക്രമിക്കാതിട്ട് ഇപ്പോൾ ഒരു പോലീസുകാരനെ നോക്കി നടക്കുകയാണ്. രാഷ്ട്രീയ വിരോധമുള്ള ആളുകളെല്ലാം എന്നെ എന്തിനാണ് അവിടെ പോയത്? അവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നത്? ഞങ്ങളൊക്കെ അവിടെ വളരെ കാലമായി നല്ലതുപോലെ ഇടപെട്ട് പ്രവർത്തിച്ച് ഒരു സാധാരണ നിലയിലേക്ക് നാട് മാറ്റിക്കൊണ്ടുവന്ന സ്ഥലമാണത്. ആ സ്ഥലത്ത് UDF എന്നുള്ളവർ വരിക, അപ്പോൾ ലീഗുകാരൊക്കെ വരും, മുസ്ലിം ലീഗുകാർ, അവരൊക്കെ മുമ്പിൽ നിർത്തി ഇതിലേക്ക് നയിച്ച് കോൺഗ്രസ്സുകാരങ്ങ് പിന്നോട്ട് പോകും. പിന്നെ അവിടെ സംഘർഷങ്ങൾ വേറെ വഴിക്ക് പോകും. ഇത് പ്ലാൻ ചെയ്തിട്ടല്ലേ വന്നത്? ഇങ്ങനെ പ്ലാൻ ചെയ്ത് സംഘർഷവും കലാപം ഉണ്ടാക്കാൻ പുറപ്പെടാൻ പാടുണ്ട് ഒരു നേതാവ്? കോൺഗ്രസിലെ യുവതലമുറയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. പ്രതീക്ഷിക്കുന്ന ആരെല്ലാം പ്രതീക്ഷിക്കുക? അത് നിങ്ങൾ കുറച്ചാൾ പറഞ്ഞ പ്രതീക്ഷയാവും. അവർക്കൊന്നും ഇപ്പോഴത്തെ യൂത്തിനൊന്നും ഒരു പക്വത, വേണ്ടത്ര പക്വത വന്നിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ആ പ്രതീക്ഷയുള്ള മറ്റൊരു നേതാവ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. നല്ല പ്രതീക്ഷയാണ്. എന്തിനാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പുറത്താക്കിയിന്? നിയമസഭാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയില്ലേ? എന്തിനാ? അല്ല, ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഗ്രൂപ്പോ അടിയോ പിടിയോ എന്താ നിങ്ങൾ നടത്തിക്കോ, ഞങ്ങളെ മേലെ വരണ്ട, അതേ ഉള്ളൂ. കോൺഗ്രസിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വീണ്ടും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ കോൺഗ്രസിലും വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ CPM-ന് ഇതൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്യുമല്ലേ? കോൺഗ്രസിനകത്ത് ഇനിയും പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അവിടെ പോയി പ്രസംഗിച്ചിരുന്നു നമ്മുടെ വേണുഗോപാൽ. എന്താ പ്രസംഗിച്ചത് നിങ്ങൾ? ആ പ്രസംഗം ഇതാണ് നേതൃത്വമെങ്കിൽ ഈ നാട് നന്നാവുമോ? അതാണ് അവർ ആദ്യം ആലോചിക്കുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഒരു നേതാവ് എന്ന് പറയുന്നുണ്ട്, ആദ്യം തന്നെ അദ്ദേഹം തന്നെ തുടങ്ങി വെക്കുകയാണ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പ്രവർത്തിക്കാനാണ്, ഞാൻ മറ്റേ സ്ഥാനം നോക്കിയിട്ടല്ല, അപ്പം തന്നെ വെക്കുന്നതാണ്. കസേര നോക്കിയല്ല. കസേര നോക്കിയിട്ടല്ല, ആരും ചോദിച്ചിട്ടല്ല പറയണത്, അപ്പം വെക്കുന്നതാണ്. അത് കേട്ട ഉടനെ തന്നെ മറ്റു നേതാവ് മറ്റൊരു വഴിയിലേക്ക് പോയിട്ടുണ്ട്, വേറൊരു നേതാവ് വേറൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഒരു നേതാവ് പറഞ്ഞ് ഇപ്പോൾ റെഡ് അലർട്ടാണ്, ഓരോ അലർട്ട് നോക്കി പോയിരിക്കുകയാണ്. ഇത് തന്നെയാണ് കോൺഗ്രസ്. അങ്ങനെ ഇപ്പോൾ അടുത്ത ഇലക്ഷന്, നിയമസഭ ഇലക്ഷനൊക്കെ മത്സരിക്കുമല്ലോ, പാർലമെന്റ് രംഗത്തേക്ക് എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെ കണക്ക് കൂട്ടാമല്ലോ. ഞാൻ മത്സര രംഗത്ത് നിന്ന് നേരത്തെ തന്നെ ഒഴിവാകാൻ ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. പക്ഷെ പാർട്ടി ഇപ്പോൾ അങ്ങനെയല്ല. മിക്കവാറും ഒക്കെ ഈ ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ ജനകീയരായ നേതാക്കളൊക്കെ അങ്ങനെ പിന്നിട്ട് നിൽക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക്. നേതാക്കന്മാരെല്ലാം ജനകീയന്മാർ തന്നെയാണ്. എന്തായി ആത്മകഥയൊക്കെ നവംബർ 3-ന് പുറത്തിറങ്ങുമല്ലോ. ആത്മകഥയൊക്കെ തയ്യാറായി. 1-ാം ഭാഗം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അത് നവംബർ മാസം 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കണ്ണൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആത്മകഥ പുറത്തു വരുന്നു. എല്ലാ ആശംസകളും. അമൃത TV-ക്കും നിങ്ങൾക്കും എൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.